തൃശ്ശൂരിലെ പൊളിറ്റിക്കൽ യുദ്ധം നടക്കാണ്. ആ യുദ്ധം കോൺഗ്രസും LDFും തമ്മിലാണോ അതോ കോൺഗ്രസും BJPയും തമ്മിലാണോ എന്നാണ് നേതാക്കന്മാരുടെ തന്നെ സംശയം. എന്തായാലും യുദ്ധം ആര് തമ്മിലായാലും തൃശ്ശൂരിന് വേണ്ടി പലരും ഇവിടെ കസേര ഇപ്പോഴേ റെഡിയാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴത്തേക്കും തൃശ്ശൂരിന് വേണ്ടി അടിപിടിയാണ്. നിങ്ങളൊക്കെ അവിടെ അടികൂടിക്കോ. തൃശ്ശൂരിൽ ഞങ്ങളുടെ കോൺഗ്രസ്സുകാര് സ്ഥാനാർത്ഥിനെ വരെ ഇറക്കി. നേതൃത്വം അറിഞ്ഞോ ഇല്ലയോ എന്നൊന്നും ചോദിക്കരുത്. തൃശ്ശൂര് ഞങ്ങളുടെ പ്രതാപാട്ട് നിങ്ങൾ എടുക്കുകയാണ്. ദേശീയ നേതൃത്വം അറിഞ്ഞിട്ടില്ല, കേരളത്തിലെ നേതാക്കൾ അറിഞ്ഞിട്ടില്ല. പക്ഷെ തൃശ്ശൂരിൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥിയായി. അത് പ്രതാപേട്ടൻ തന്നെ. ചുവരെഴുത്ത് കണ്ടില്ലേ? പ്രതാപത്തോടെ TN പ്രതാപൻ. അല്ല, ചുമരെഴുതേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അല്ല, അത് തന്നെ അത് ശരിയല്ല. സ്ഥാനാർത്ഥിയുടെ പേര് പ്രഖ്യാപിക്കാതെ ആരും ചുമരെഴുതാൻ പാടില്ല. അത് എനിക്കും ബാധകം. അപ്പൊ തൃശ്ശൂരിൽ ഞങ്ങളുടെ പ്രതാപേട്ടനല്ലേ സ്ഥാനാർത്ഥി? ആ നിഷ്കളങ്കമായ മുഖത്ത് നോക്കി ഇത്ര ക്രൂരമായി നിങ്ങൾക്ക് ഇത് എങ്ങനെ പറയാൻ തോന്നുന്നു മുരളീധരേട്ടാ? ഐക്യജനാധിപത്യ മുന്നണിന്ന് എഴുതാം, അത് ധൈര്യമായിട്ട് എഴുതാം. ചിഹ്നം വരയ്ക്കുന്നതും പേരെഴുതുന്നതും. ചിഹ്നം വരയ്ക്കണമെങ്കിൽ UDFന്റെ തീരുമാനം വരണം. അത് ശരിയല്ല. ആരും നേരത്തെ തന്നെ പേരും ചിഹ്നവും ഇപ്പോൾ ചിഹ്നം വരയ്ക്കാം 30-ാം തീയതി കഴിഞ്ഞിട്ട്. ഇപ്പോൾ ഇന്ന സീറ്റ് കോൺഗ്രസിനാണ്, അപ്പോൾ ധൈര്യമായിട്ട് കോൺഗ്രസിൻ്റെ ചിഹ്നം വരയ്ക്കാം. ജീവിക്കാൻ ഇപ്പം ഒരു മോഹം തോന്നുന്നു. അതുകൊണ്ട് ചോദിക്കുക, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? പക്ഷെ ഹൈക്കമാൻഡ് പേര് പ്രഖ്യാപിച്ചാലേ പേരെഴുതാൻ കഴിയും. അപ്പോൾ അതിന് ചില നോംസൊക്കെ ഉണ്ട്. അതിൽ ഏറ്റവും നല്ല എന്താ വെച്ചാൽ UDF ബുക്കിടുന്ന് എഴുതുക. എന്നാൽ പിന്നെ ഒരു വിവാദം ഉണ്ടാവില്ല. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു ഞങ്ങളുടെ പ്രതാപേട്ടൻ. തൃശ്ശൂരിലെ LDF സ്ഥാനാർത്ഥിയുടെയും തൃശ്ശൂർ പൊക്കിക്കൊണ്ടുപോകുന്ന രാഖി രാമായണം പറയുന്ന സുരേഷ് ഗോപിജിയുടെയും മുന്നിൽ കൂടെ ഞങ്ങളുടെ പ്രതാപേട്ടൻ ജയിച്ച് ഇങ്ങനെ പോണത്. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളൊക്കെ ചുമരെഴുതിയത് തെറ്റാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അതങ്ങോട്ട് മായിച്ചു കളഞ്ഞേക്ക് പ്രതാപേട്ട. രാത്രി ഒരുപോലെ കണ്ണടയ്ക്കാതിരുന്നുണ്ടാക്കിയത്. സതീശേട്ടാ, പ്രതാപേട്ടൻ ആകെ സങ്കടത്തിലാണ് കേട്ടോ. ഉണ്ടായിരുന്ന പ്രതീക്ഷയൊക്കെ ആ ചുവരെഴുത്ത് വായിച്ചപ്പോൾ അതേ കൂടെ തന്നെ മാഞ്ഞുപോയി. എന്നാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ ചുമരെഴുതുന്നതും മോശമാണല്ലേ? അദ്ദേഹം തന്നെ മായ്പിച്ചെന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ സ്ഥാനാർത്ഥിയൊന്നും തീരുമാനിച്ചില്ല. സ്ഥാനാർത്ഥിയൊന്നും തീരുമാനിക്കാതെ 20 സീറ്റിൽ ഒരു പ്രചരണം നടക്കില്ല. അത് ശരി, സ്ഥാനാർത്ഥിനെ തീരുമാനിച്ചിട്ടില്ല എന്ന് വീണ്ടും വീണ്ടും പറയാണല്ലേ? എന്തിനാണ് ഞങ്ങളുടെ പ്രതാപേട്ടന്റെ നെഞ്ചിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ കത്തി കുത്തിയിറക്കണത്? BJP സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ, പക്ഷെ അവിടെ സുരേഷ് ഗോപിജി തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ. അതുപോലെ കൊണ്ടു നടന്നൂടെ ഞങ്ങളുടെ പ്രതാപേട്ടനെ? വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. സങ്കടത്തിന്റെ സീനൊക്കെ കഴിഞ്ഞു. ഞങ്ങളുടെ പ്രതാപേട്ടൻ ട്രാക്ക് മാറ്റാൻ പോവാണ്. ഇനി മനസ്സിൽ പ്രതികാരവും മത്സരബുദ്ധിയും മാത്രം. കടലിന് തിരമാലകളെ നീന്തി ഈ കടക്കാൻ ആർജവത്വം ഉള്ള ആളാണ്. എന്നിട്ട് വേണ്ടേ BJPയിലെ ഈ എന്നെ ചാണകവെള്ളം തെളിക്കാൻ വേണ്ടി വരുന്നത്? തൃശ്ശൂരിൽ BJP ബോധപൂർവമായ വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഒന്ന് പരിപാടി പരാജയമായി. പ്രധാനമന്ത്രി കേരളത്തെക്കുറിച്ചോ കേരളത്തിന് വേണ്ടിയുള്ള ഒരു കാര്യങ്ങളും പറഞ്ഞില്ല. പിന്നെ ഇവിടെ പിന്നെ ഫോക്കസ് ചെയ്യുന്നു എന്ന് പറയുന്ന ആരെയും പ്രധാനമന്ത്രി ഫോക്കസ് ചെയ്തില്ല. BJP നേതൃത്വം ഭയങ്കര നിരാശയെ. തൃശ്ശൂരിൽ ഞങ്ങളും BJPയും നേർക്ക് നേരാ. ഞങ്ങൾ BJP വെല്ലുവിളിക്കുകയാണ്. ഞങ്ങൾ ഇടതുപക്ഷത്തേറ്റല്ല ഞങ്ങളുടെ വെല്ലുവിളി. ഞങ്ങൾ BJPനെ വെല്ലുവിളിക്കുകയാണ്, RSSനെ വെല്ലുവിളിക്കുകയാണ്. കോൺഗ്രസുമായി ഏതർത്ഥത്തിൽ വേണമെങ്കിൽ ഏറ്റുമുട്ടാൻ തയ്യാറാണെങ്കിൽ വാ, ഞങ്ങളത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. ആവേശ് കുമാർ, ഈ പ്രതാപൻ എന്തൊക്കെ പറയണത്? തൃശ്ശൂരിൽ കോൺഗ്രസും BJPയും തമ്മിലാണ് മത്സരമോ? തൃശ്ശൂരിൽ ഏതെങ്കിലും വിധത്തിൽ BJPയും കോൺഗ്രസും തമ്മിലുള്ള പരസ്പര മത്സരം ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല എന്ന് കേരളത്തിൻ്റെയോ തൃശ്ശൂരിൻ്റെയോ രാഷ്ട്രീയം അറിയുന്ന, താഴത്തുപോയി സാധാരണക്കാരുടെ വികാരം അറിയുന്ന എല്ലാവർക്കും അറിയാം. തൃശ്ശൂരിൽ മത്സരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും UDFും തമ്മിലാണ്, ഐക്യജനാധിപത്യ മുന്നണിയും തമ്മിലാണ്. അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. അല്ല പ്രതാപേട്ട, തൃശ്ശൂരിൽ BJPയും കോൺഗ്രസും തമ്മിലാണ് മത്സരം എന്ന് ഇമ്മളെന്നെ പറയുമ്പോ അത് ഇമ്മളായിട്ട് അവർക്കൊരു ഹൈപ്പ് ഉണ്ടാക്കി കൊടുക്കണ പോലെയാവില്ലേ? ഞങ്ങൾക്ക് തൃശ്ശൂർ ഹരമല്ലേ തൃശ്ശൂർ എന്ന് പറയുമ്പോൾ. അതുകൊണ്ട് തൃശ്ശൂരിനൊരു ഇമ്പോർട്ടൻസ് ഇപ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ. നാഷണൽ ബേസിൽ ശ്രദ്ധിക്കപ്പെടുന്ന സ്ഥലമാണ്. 2 തവണയായി പ്രധാനമന്ത്രി വരുന്നു. ഇനി വീണ്ടും പ്രധാനമന്ത്രി വരുമെന്ന് വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാ കേന്ദ്രമന്ത്രിമാരും തൃശ്ശൂർ വരണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരെയും ഇഷ്ടം.
അതോടൊപ്പം തന്നെ 100 കോടി BJP പണം ഇവിടെ ഒഴുക്കുമെന്ന് പറയുന്നു. സമൂഹ മാധ്യമങ്ങളെ ഗംഭീരമായി പ്രയോജനപ്പെടുത്തുന്നു, അപകീർത്തികരമായ പിന്നെ പ്രചരണങ്ങൾ നടത്തുന്നു. അതുകൊണ്ട് തൃശ്ശൂരിൽ ഞങ്ങൾ അതിൻ്റെയൊക്കെ ഭയങ്കര ത്രില്ലില്ല, അതൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്യാണ്, ഭയങ്കരമായി എൻജോയ് ചെയ്യണം ഞങ്ങൾ. എവിടെയോ എന്തോ ഒരു തകരാറ്. തൃശ്ശൂരിലെ BJPയും കോൺഗ്രസും തമ്മിലാണ് മത്സരം. തൃശ്ശൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കണം. പ്രധാനമന്ത്രി ഇങ്ങോട്ട് തന്നെ വരണം. പ്രതാപേട്ടൻ അങ്ങനെ എന്തൊക്കെയോ പറയാണ്. മൂപ്പർക്ക് എന്താ പറ്റിയേ? തൃശ്ശൂരിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി UDFനെതിരെ മത്സരിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പ്രധാനമന്ത്രി മത്സരിക്കാൻ വന്നാൽ വി ആർ ഓൾസോ റെഡി. ഞങ്ങൾ അതിനു വേണ്ടി പോലും സജ്ജമാണ്. ഞങ്ങളിപ്പോൾ പ്രധാനമന്ത്രിയും UDFും തമ്മിലാണ് തൃശ്ശൂരിലെ മത്സരം എന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾക്ക് അതിനകത്ത് വേറെ ഒരു തരത്തിലുമുള്ള ആശങ്കയില്ല. ഞങ്ങൾ ഭയങ്കര ത്രില്ലില്ല, ഭയങ്കര ഹരത്തില, ഭയങ്കര ആവേശത്തില. ദാസപ്പോ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. ആ തെരഞ്ഞെടുപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൃശ്ശൂർ കണ്ടാലും സുഖിച്ചിരിക്കേണ്ട കാര്യമില്ല. ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ സീറ്റ് കരസ്ഥമാക്കും. പക്ഷേ ഞങ്ങൾ തമ്മിലല്ല മത്സരം എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ആരെയെങ്കിലും സഹായിക്കാനാണെങ്കിൽ ആരൊക്കെ എന്തൊക്കെ കരുതിയാലും കേരളത്തിലെ പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും തന്നെയാണ്. അല്ല, എന്നാലും തൃശ്ശൂരിലെ BJP ആയിട്ടാണ് മത്സരം എന്ന് പ്രതാപേട്ടൻ പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കും? BJPന് അത്രയ്ക്ക് പേടിയുണ്ടോ? അവർക്ക് ഒന്നും അങ്ങോട്ട് വ്യക്തമാവണില്ലല്ലോ. ഇതൊക്കെ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ലോക്കലായിട്ട് സംസാരിക്കുന്നതിന്റെ ഭാഗമായിട്ട് പറയണം. ഞാൻ അതിനെക്കുറിച്ച് കമന്റ് പറയണത് ഓ പ്രാദേശികമായിട്ട് പറഞ്ഞതാണല്ലേ. വെറുതെ നമ്മൾ തെറ്റിദ്ധരിച്ചു. അല്ല, ഇങ്ങനത്തെ കാര്യങ്ങൾ പാർട്ടിയിലുള്ളവർ പറയുമ്പോൾ അതിന് മറുപടി പറയേണ്ടത് പ്രതിപക്ഷ നേതാവിന്റെയും കൂടി ഉത്തരവാദിത്തമാണല്ലോ. ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ പ്രതാപേട്ട, സുരേഷ് ഗോപിജി മാതാവിന് സ്വർണ്ണ കിരീടം വരെ കൊടുത്തിട്ടുണ്ട് കേട്ടാ. ക്രൈസ്തവരുടെ വോട്ട് മൊത്തത്തോടെ അങ്ങോട്ട് പോകുന്നതാണ് അവർ പറയണത്. മാതാവേ, നീ എല്ലാം കാണുന്നവളും നീ എല്ലാം കേൾക്കുന്നവളും നീ എല്ലാം നിശ്ചയിക്കുന്നവളുമാണ്. എല്ലാം മാതാവിന്റെ കാൽക്കീഴിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. മോദിജി ഇവിടെ വന്നപ്പോൾ ഒരു ഓളുണ്ടായി എന്നുള്ളത് സത്യമാണ്. നമ്മുടെ സുരേന്ദ്രൻജിയും കൂട്ടരും ഭയങ്കര കോൺഫിഡൻസിലല്ലേ. ശരിക്കും തൃശ്ശൂരില് BJPയും കോൺഗ്രസും തമ്മിലാണോ മത്സരം? അല്ല, മോദിജി ടാറ്റ കൊടുത്തപ്പോൾ അവിടെ കൂടിയവരൊക്കെ തിരിച്ചും ടാറ്റ കൊടുക്കണ്ടായിരുന്നല്ലോ. അതിന്റെ ഒരു ഇമ്പാക്ട് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിൽ കാണാണ്ടിരിക്കോ? അദ്ദേഹം ഒരു ഇമ്പാക്റ്റും ഇല്ല. അദ്ദേഹം ധാരാളം ടാറ്റ കാണിച്ചു പോവും. ടാറ്റ ജനങ്ങൾ തിരിച്ച് അദ്ദേഹത്തിന് നൽകും, വോട്ട് ഞങ്ങൾക്ക് നൽകും. ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. റോഡ് ഷോ, ചുവരെഴുത്ത്, അവകാശവാദം എന്തൊക്കെ കാണാൻ ഇനി തൃശ്ശൂർ പോക്കാനുള്ള ഓരോരോ കഷ്ടപ്പാടുകളേ. ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് വിലയുള്ള നോട്ട് ചുമ്മാതെ കളയരുതമ്മിണിയേ. തൃശ്ശൂരിന് വേണ്ടിയുള്ള യുദ്ധമുറകൾ ജനങ്ങൾ കാണാൻ കിടക്കുന്നതേയുള്ളൂ. എല്ലാം കാണാനും കേൾക്കാനുള്ള ശക്തി സാധാരണക്കാർക്ക് ഉണ്ടായാൽ മതിയായിരുന്നു. എന്നാ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം. നന്ദി, നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.